ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇ ലേണിംഗ് ഹിന്ദിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഠാക്കുർ കാ കുവാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും വർക്ക്ഷീറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവരും ഠാക്കുർ കാ കുവാം എന്നുള്ള പാഠഭാഗം പഠിച്ചിട്ടുണ്ടല്ലോ. ആ പാഠഭാഗത്തിൻ്റെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് ആദ്യം കാണുക. ആ പാഠഭാഗത്തിൻ്റെ ലിങ്ക്, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ ഠാക്കുർ കാ കുവാം എന്ന ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എക്സർസൈസുകൾ, വർക്ക്ഷീറ്റിൽ വന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒറ്റ പാർട്ടിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഇതിലെ ചോദ്യോത്തരങ്ങളും വർക്ക്ഷീറ്റുകളും ഒക്കെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ വ്യവഹാരോ സേ ഗംഗി കെ കോൻ കോൻ സാ മനോഭാവ പ്രകട ഹോത്തെ ഹൈ. നോക്കൂ, നമുക്കിവിടെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരു കോളത്തിൽ വ്യവഹാർ, അടുത്ത കോളത്തിൽ മനോഭാവ് അല്ലേ. ആദ്യത്തെ കോളത്തിൽ വ്യവഹാർ, രണ്ടാമത്തെ കോളത്തിൽ മനോഭാവ്. ഇങ്ങനെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഗംഗയുടെ വ്യവഹാർ, ഗംഗയുടെ പെരുമാറ്റങ്ങളാണ് ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഗംഗയുടെ മനോഭാവമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ആദ്യത്തെ വ്യവഹാർ എന്താണ്? ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു വഹ് ബദ്ബുദാർ പാനി പീനെ കൊന്ന ദിയാ. ഗംഗി എന്തുത്തരം പറയാനാണ്? ആര് ചോദിച്ചതിനാണ്? ജോക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് ഗംഗി എന്ത് മറുപടി പറയാനാണ്? പക്ഷേ ദുർഗന്ധമുള്ള ആ വെള്ളം കുടിക്കാനായിട്ട് അവൾ കൊടുത്തില്ല, ഭർത്താവിന് കൊടുത്തില്ല. ഇവിടെ ഗംഗയുടെ എന്ത് മനോഭാവം നമുക്ക് മനസ്സിലാകും? പതിക്കെ സ്വസ്തിപ്പർ ഖ്യാൽ ഓർ പ്യാർ കാ മനോഭാവം. ഭർത്താവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയും സ്നേഹവും ഉള്ളൊരു മനോഭാവമാണ് ഈ ഇസ് വ്യവഹാർ സേ ഹം സമझ सकते हैं. गंगी के इस व्यवहार से हम समझ सकते हैं वे पति के स्वास्थ्य पर ख्याल और प्यार का मनोभाव वाली महिला है. ഓക്കെ, അപ്പൊ നമുക്ക് വ്യവഹാരം, ആ പെരുമാറ്റത്തിലൂടെയുള്ള ഗംഗയുടെ മനോഭാവവും മനസ്സിലായി. അടുത്തത് നോക്കൂ. उसने खड़ा और रस्सी उठा ली और चुगकर चलती हुई एक वृक्ष के अंधेरे छाये में जा खड़ी हुई. അവൾ എന്ത് ചെയ്തു? കുടവും കയറും എടുത്ത് ആരും കാണാതെ കുനിഞ്ഞ് ചുഗുക്കർ നടന്ന്, ചൽത്തി ഹുയി നടന്ന്, വൃക്ഷക്കെ അന്ധേരെ ഛായാമേം ഒരു വൃക്ഷത്തിന്റെ ഇരുട്ട് നിറഞ്ഞ മറവിൽ ജാ ഖടി ഹുയി പോയി നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനോഭാവം മനസ്സിലാവും? सामाजिक पाबंदियों को तोड़कर पति की जरूरत को निभाने का मनोभाव. സാമൂഹിക നിയന്ത്രണങ്ങൾ, പാബന്ദിയാം, നിയന്ത്രണങ്ങൾ തോടുക്കർ, ലംഘിച്ചാണെങ്കിലും ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവളുടെ മനോഭാവമാണ് ഇസ് വ്യവഹാർ സേ ഹം സമझ सकते हैं അല്ലെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വെള്ളം കൊണ്ടുവരാൻ ഗംഗി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത വ്യവഹാർ നോക്കൂ. ठाकुर कौन है पुकारते हुए कुएं की तरफ आ रहे थे. ठाकुर कौन है എന്ന് വിളിച്ചുകൊണ്ട് കിണറിനടുത്തേക്ക് വന്നു. ഗംഗി ജഗത്ത് സേ കൂദ്കർ ഭാഗി ജാ രഹി ഥി. ഠാക്കുർ വന്ന സമയത്ത് ഗംഗി ആ കിണറിന്റെ കരയിൽ നിന്ന് ചാടി ഭാഗി ജാ രഹി ഥി ഓടുകയായിരുന്നു. ഇവിടെ നമുക്ക് അവളുടെ ഏത് മനോഭാവമാണ് മനസ്സിലാവുന്നത്? മൻമേ സാമാജിക് കുരീതിയോं के प्रति विद्रोह होने पर भी പരിസ്ഥിതിയോ മേം അസഹായ ഹോനെ കി ഭാവന ഹെ അല്ലെ. മനസ്സിൽ സാമൂഹികമായ അസമത്വങ്ങളോട്, കുരീതിയോങ്കെ പ്രതി, അനാചാരങ്ങളോട് വിദ്രോഹോനെ പർ എതിർപ്പുണ്ടെങ്കിലും പരിസ്ഥിതിയോമേം, പക്ഷെ അവളുടെ അന്നത്തെ സാമൂഹിക പരിസ്ഥിതികളിൽ
അസഹായയാകുന്ന നിസ്സഹായയാകുന്ന ഗംഗയെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് 3 വ്യവഹാർ, ഗംഗയുടെ 3 പെരുമാറ്റങ്ങൾ ഠാക്കുർ കാ കുവാം എന്ന ഈ കഹാനിയിൽ നിന്ന് തന്നിട്ടുണ്ട്. ആ 3 പെരുമാറ്റങ്ങളിലുമുള്ള അവളുടെ മനോഭാവവും നമുക്ക് ഇതിൽ നിന്ന് ഈ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഗംഗയുടെ ചരിത്ര ചിത്രൻ കർനാ ഹേ ഹംകോ, നമുക്ക് ഗംഗയുടെ ക്യാരക്ടറിനെ കുറിച്ച്, ഗംഗയുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം, ടിപ്പണി തയ്യാർ കർനാ ഹേ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വ്യവഹാർ ഓർ മനോഭാവ് സമജ്നെ കാ കോശിഷ് കിയ. നമ്മൾ കഥ വായിക്കുമ്പോൾ ഠാക്കുർ കാ കുവാം എന്നല്ല, ഏത് കഹാനി വായിച്ചാലും ആ കഥയിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും ഇത്തരം പെരുമാറ്റങ്ങളെ വിശകലനം ചെയ്യുമ്പോഴാണ് അവരുടെ മനോഭാവങ്ങളും അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കുക, അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഗംഗയുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ടിപ്പണി ഒന്ന് വായിച്ചു നോക്കാം. ഗംഗി കെ ചരിത്ര പർ ടിപ്പണി ലിഖേം. ഗംഗയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കുക. ഗംഗി കെ ചരിത്ര പർ ടിപ്പണി ലിഖേം. നമുക്ക് വായിച്ചു നോക്കാം. गंगी ठाकुर का कुआम कहानी का पात्र जोखू की पत्नी है. बीमार जोखू पानी के लिए तरस रहा है. गंगी पानी लेने निकली है. जोखू मना करता है क्योंकि कुएंदो ऊंचे जाति के लोगों के हैं, वे पानी लेने नहीं देंगे. गंगी में कोशिश करने का दिल है. गंगी के मन में ऊंची जाति के लोगों के प्रति उड़ रहे विद्रोह के बवंडर इन शब्दों में है. यहाँ तो जितने हैं एक से एक झंडे हैं. चोरी ये करें, जाल फरेब ये करें, छूटे मुकदमे ये करें. गंगी के कहे शब्दों से सहज ही अंदाजा लग सकते हैं, सहज ही अंदाजा लगा सकते हैं कि तत्कालीन समाज की स्थिति क्या है. वह अपने शब्दों से बताती है. पानी के लिए गंगी को भय और आतंक की भयानक स्थिति से गुजरना पड़ता है. गंगी के चरित्र पर विचार करें तो वह एक जागरूक नारी के रूप में उभरती है. उसके चरित्र में स्वाभाविकता है. जो कुछ कहती है बिल्कुल स्पष्ट शब्दों में कहती है. उसे अपने पति के प्रति प्यार है. उसने अपने पति को ताजा पानी पिलाने का वादा किया है. साथ ही उसका विद्रोही दिल तत्कालीन सामाजिक विकृतियों को तोड़ना चाहता है. गंगी में विद्रोही भावना है, अपने लोगों के प्रति हमदर्दी है, ചുനൗത്തിയോं को स्वीकार करने का मन है. ഗംഗയെ കുറിച്ചുള്ള ചരിത്ര ചിത്രമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കൂ. ഗംഗി ഠാക്കുർ കാ കുവാം കഹാനി കാ പാത്ര ജോക്കു കി പത്നി ഹെ. എല്ലാവർക്കും മനസ്സിലാവും. ഠാക്കുർ കാ കുവാം എന്ന കഥയിലെ കഥാപാത്രമായ ജോക്കുവിന്റെ ഭാര്യയാണ് ഗംഗി. ബീമാർ ജോക്കു പാനി കെ ലിയെ തരസ് രഹാ ഹെ. जोकू कैसा है? वो बीमार है, രോഗിയാണ്. പാനി के लिए तरस रहा है, വെള്ളത്തിന് വേണ്ടി അയാൾ ദാഹിക്കുകയാണ്. ഗംഗി പാനി ലേനെ നിക്കലി. ഗംഗി വെള്ളം എടുക്കാൻ പുറപ്പെട്ടു. കാരണം എന്താണ്? അതെ, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വെള്ളത്തിൽ ദുർഗന്ധമായതുകൊണ്ട് ഗംഗി വേറെ വെള്ളം എടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. ജോക്കു മനാ കർത്താ ഹെ. പക്ഷേ അങ്ങനെ പുറപ്പെടാൻ തുടങ്ങിയ ഗംഗിയെ ജോക്കു തടയുന്നു. ക്യോങ്കി കുയേന്തോ ഊഞ്ചേ ജാതിക്കെ ലോകോങ്കേ ഹെ. ഈ കിണർ ആർക്കുള്ളതാണ്? ഉയർന്ന ജാതിക്കാർക്കുള്ളതാണ്. ഉയർന്ന ജാതിക്കാരുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഗംഗിയെ പോലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവകാശമില്ല. അതുകൊണ്ട് ഗംഗിയെ ജോക്കു തടയുന്നു. വേ പാനി ലേനെ നഹീ ദേങ്കെ. അവർ വെള്ളമെടുക്കാൻ അനുവദിക്കില്ല. ജോക്കു പറയുന്നു. ഗംഗി മേ കോശിഷ് കർണേ കാ ദിൽ ഹെ. പക്ഷേ പരിശ്രമിക്കാനുള്ള മനസ്സ്, കോശിഷ് കർണേ കാ ദിൽ കിസ്മേ ഹെ? ഗംഗി മേ ഹെ. ഗംഗി കെ മൻ മേ ഊഞ്ചേ ജാതി കെ ലോഗോं के प्रति उड़ रहे विद्रोह के बवंडर इन शब्दों में है. ഉയർന്ന ജാതിക്കാരായിട്ടുള്ള
ആളുകളോട് ഉണ്ടാകുന്ന എതിർപ്പ് അവളുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. യഹാന്തോ ജിത്തനേഹേ, ഗംഗി വിചാരിക്കുകയാണ് ഇവിടെ എത്ര പേരുണ്ടോ, ഏക്സേ ഏക്ക് ഛണ്ടേഹേ, ഏറ്റവും മോശം ആൾക്കാരാണ്. ബുരേ ലോഗ് ഹേ, മേക്സേ ഏക്ക് ഛണ്ടേഹേ മത്ലബ് വേ സഭി ബുരേ ലോഗ് ഹേ, ഇവിടെ ഉയർന്നവരാണെന്ന് പറയുന്നവരെല്ലാം മോശം ആൾക്കാരാണ്. അവരെന്തൊക്കെ ചെയ്യും? ചോരി ഏക്കരെ, മോഷ്ടിക്കും, ജാൽ ഭരേ ബേക്കരെ, വഞ്ചിക്കും, ചൂട്ടെ മുഗദമേ ഏക്കരെ, കള്ളക്കേസ് നടത്തും. ഗംഗി കെ കഹി ശബ്ദോं से सहज ही अंदासा लग सकता है, अंदासा लग सकते हैं. ഗംഗയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്നത് തത്കാലീന സമാജ് കി സ്ഥിതി ക്യാ ഹെ, എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് ഗംഗയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, ഉയർന്ന ജാതിക്കാർക്ക് സമൂഹത്തിൽ കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നപ്പോ താഴ്ന്ന ജാതികളെന്ന് മുദ്രകുത്തപ്പെട്ട ആളുകൾക്ക് ഒരവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. വഹ് അപ്പനെ ശബ്ദോ സേ ബതാത്തി ഹെ, അവൾ അവളുടെ വാക്കുകളിൽ പറയുകയാണ്. ഗംഗി സ്വന്തം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വായിച്ചത്. എന്തൊക്കെയാണ്? ചോരി ഏക്കരയും, ജാൽ ഭരേ ബേക്കരയും, ചൂട്ടെ മുഗദമ്മേ ഏക്കരയും. അല്ലെ, ഗംഗയുടെ ഈ ചിന്തകളിൽ നിന്ന് തന്നെ ആ കാലഘട്ടത്തിന്റെ സമൂഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാനി കെ ലിയെ ഗംഗി കോ ഭയ ഓർ ആതങ്ക് കി ഭയാനക് സ്ഥിതി സെ ഗുസർന പഡ്താ ഹെ, ഒരൽപ്പം വെള്ളത്തിനായി ഗംഗയ്ക്ക് ഭയവും ഭീതിയും നിറഞ്ഞ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഗുസർന പഡ്താ ഹെ, കടന്നു പോകേണ്ടി വരുന്നു. എന്തൊരു കഷ്ടമാണ് അല്ലെ. ഗംഗിക്ക് ചരിത്ര പർ വിചാർ കരേന്തോ, ഇനി ഗംഗയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാല് വഹിയക്ക് ജാഗരൂക് നാരി കെ രൂപമേ ഉഭർത്തി ഹെ, വളരെ ശ്രദ്ധാലുവായ ജാഗരൂകയായ ഒരു സ്ത്രീ ആയിട്ടാണ് ഗംഗി കാണപ്പെടുന്നത്. ഗംഗയുടെ ഓരോ പ്രവൃത്തിയിലും ആ ശ്രദ്ധ നമുക്ക് കാണാൻ പറ്റും. ഉസ്കെ ചരിത്രമേം, അവളുടെ സ്വഭാവത്തിൽ സ്വാഭാവികത ഹെ, വളരെ സ്വാഭാവികമായിട്ടാണ് അവൾ സമൂഹത്തിനോട് പെരുമാറുന്നത്. ജോ കുച്ച് കഹത്തി ഹെ, എന്താണ് ഗംഗി പറയുന്നത്? ഗംഗി പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ട ശബ്ദവുമേ കഹത്തി, വളരെ വ്യക്തമായാണ് പറയുന്നത്. അല്ലെ, ഗംഗി പറയുന്ന ഓരോന്നിനും അവളുടെ മനസ്സിൽ തെളിവുണ്ട്. അതിന് വ്യക്തമായി വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഗംഗിക്ക് കഴിയുന്നുണ്ട്. അത്രയും സ്വാഭാവികമായിട്ടാണ് പ്രേംചന്ദ് ഠാക്കുർ കാ കുവാം എന്ന ഈ കഥയിലെ ഗംഗി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉസി അപ്പനെ പതി കെ പ്രതി, അവൾക്ക് തന്റെ ഭർത്താവിനോട് സ്നേഹമുണ്ട്. പ്യാർ ഹേ. ഉസ്നെ അപ്പനെ പതി കോ താസാ പാനി പിലാനെ കാ വാദാ കിയാ ഹെ, അവള് തന്റെ ഭർത്താവിന് ശുദ്ധജലം നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. സാത്ത് ഹി ഉസ്കാ വിദ്രോഹി ദിൽ, അതോടൊപ്പം തന്നെ അവളുടെ എല്ലാത്തിനെയും എതിർക്കുന്ന മനസ്സ് വിദ്രോഹി ദിൽ തത്കാലീന സാമാജിക് വികൃതിയോങ്കോ തോടിനാ ചാഹത്താ ഹെ, അക്കാലത്തുണ്ടായിരുന്ന സാമൂഹിക അനീതികളെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഗംഗീമേം വിദ്രോഹി ഭാവന ഹെ, ഗംഗയില് എല്ലാത്തിനെയും എതിർക്കാനുള്ള ഒരു ചിന്തയുണ്ട്. അപ്പനെ ലോകോങ്കെ പ്രതി ഹംദർദി ഹെ, സ്വന്തം ആളുകളോടുള്ള ദയയുണ്ട്, ഹംദർദിയുണ്ട്, സഹതാപമുണ്ട്. ചുനൗത്തിയോങ്കോ സ്വീകാർ കർണേക്കാ മൻഹെ, വെല്ലുവിളികളെ സ്വീകരിക്കാനുള്ള മനസ്സ് ഗംഗയ്ക്കുണ്ട്. ഇങ്ങനെ വ്യക്തമായ സ്വഭാവ സവിശേഷതകളോട് കൂടിയ ഉറച്ച ശക്തയായ ഒരു സ്ത്രീ, സാമൂഹിക തിന്മകളോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ സാമൂഹിക ദുരവസ്ഥയുടെ ഇരയായി തീരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ കഥയില് ഗംഗി എന്ന കഥാപാത്രത്തെ പ്രേംചന്ദ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാഠപുസ്തകം വായിച്ചു നോക്കിയതിന് ശേഷം, അതായത് ഠാക്കുർ കാ കുവാം എന്ന കഹാനി വായിച്ചു നോക്കിയതിന് ശേഷം എല്ലാവരും സ്വന്തമായിട്ട് ഞാൻ ഇവിടെ പറയാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഗംഗയുടെ സ്വഭാവ സവിശേഷതകൾ അതിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. അതേപോലെ ജോക്കു എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകളും നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കൂ. എല്ലാവരും ശ്രമിക്കില്ലേ? ഓക്കെ, നോക്കൂ കൂട്ടുകാരെ, അടുത്ത നമ്മുടെ ചോദ്യം എന്താണ്? അതെ, സഹി ഉത്തർ ലിഖേം, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്രാക്കറ്റിൽ ചോയ്സ് തന്നിട്ടുണ്ട്. ചോയ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഠാക്കുർ കാ കുവാം കിസ് വിധാ കി രചന ഹെ? ഠാക്കുർ കാ കുവാം ഏത് തരത്തിലുള്ള രചനയാണ് എന്നാണ് ചോദ്യം. ചോയ്സ് കവിത, കഹാനി, ജീവനി. ഇതിൽ ഏത് തരത്തിലുള്ള കഥയാണ് ഠാക്കുർ കാ കുവാം എന്ന് നിങ്ങൾക്കറിയാമോ? അതെ,
ഠാക്കുർ കാ കുവാമേക്ക് കഹാനി ഹേ, എന്താണ്? കഥയാണ്. അപ്പൊ ശരിയായ ഉത്തരം കഹാനി. ഠാക്കുർ കാ കുവാം കഹാനി ഹേ. മനസ്സിലാവുമല്ലോ. ഗംഗി കബ് പാനി ഭർനെ ജാത്തി ഥി, ഗംഗി എപ്പോഴാണ് വെള്ളം ശേഖരിക്കാനായി പോകുന്നത്? ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ചോയ്സ്? സുബഹ്, ശ്യാം, ദുപഹർ. ഏത് സമയത്താണ് ഗംഗി വെള്ളം ശേഖരിക്കാനായി പോകുന്നത്? അതെ, ശ്യാം കോ പാനി ഭർനെ കെ ലിയെ ജാത്തി ഹേ. ഗംഗി എല്ലാ ദിവസവും ശ്യാം കോ, വൈകുന്നേരമാണ് വെള്ളം നിറയ്ക്കാനായി പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും എല്ലാവർക്കും മനസ്സിലായോ? മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. മാരേ ബാസ് കെ പിയാ നഹി ജാത്ത യേ കിസ്നെ കഹ, നാറ്റം കാരണം, ദുർഗന്ധം കാരണം കുടിക്കാൻ കഴിയുന്നില്ല, ഇത് ആരാണ് പറഞ്ഞത്? ജോക്കു ആണോ, ഗംഗിയാണോ, ലേഖകനാണോ? അതെ, ദുർഗന്ധം കാരണം ഈ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ജോക്കുനെ കഹ. കിസ്നെ കഹ? ജോക്കു ആണ് ദുർഗന്ധം കാരണം ഈ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത്. നാലാമത്തെ ചോദ്യം നോക്കിയേ. ഗംഗിക്ക് വിചാർ മേ കുയേങ്ക പാനി കൈസേ ബദ്ബുദാർ ബൻ ഗയാ ഹോഗാ, ഗംഗയുടെ ചിന്തയില് കിണറിലെ വെള്ളം എങ്ങനെയാണ് ദുർഗന്ധമുള്ളതായി തീർന്നിട്ടുണ്ടാവുക? ജാൻവർ മർനെ കെ കാരൺ, ദവാ കെ കാരൺ, കൂടെ കച്ചരെ കെ കാരൺ. എന്താണ് ഗംഗയുടെ വിചാരം? അതെ, ജാൻവർ മർനെ കെ കാരൺ. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? ജാൻവർ മർനെ കെ കാരൺ. ഗംഗയുടെ വിചാരത്തില് കിണറിന് വെള്ളം ദുർഗന്ധമുള്ളതായി തീർന്നത് എന്തുകൊണ്ടാണ്? അതെ, കിണറില് ഏതോ ജീവി വീണ് മരിച്ചത് കൊണ്ടാവാം ആ കിണറിലെ വെള്ളത്തിന് ഇത്രയും ദുർഗന്ധം എന്നാണ് ഗംഗ ചിന്തിക്കുന്നത്. ജാൻവർ മർനെ കെ കാരൺ സഹി ഉത്തർ ഹെ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഗാവുമേം കിത്തനെ കുയേന്തേ, ഗ്രാമത്തിൽ എത്ര കിണറുകളുണ്ട്? 10 2 3. അതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാലോ. ഗാവുമേം, അതെ, 3 കുയേ ഹേ, 3 കിണറുകളുണ്ട്. ഒരെണ്ണം ഗംഗയെ പോലുള്ളവർക്ക് വെള്ളം ശേഖരിക്കാനുള്ള കിണറ്, ഒന്ന് ഠാക്കൂറിന്റെ കിണറ്, മറ്റൊന്ന് സാഹുവിന്റെ കിണറ്. ഓക്കെ, അപ്പോൾ ആ 5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളായിരുന്നു. ചോയ്സ് കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ടാവും. ഠാക്കുർ കെ കുയേങ് പർ കോൻ ചढ़ने देगा, ഗംഗി ക്യോം ഇസ് പ്രകാർ സോച്ചത്തി ഹേ. ഠാക്കൂറിന്റെ കിണറിൽ കയറാൻ ആരാണ് അനുവദിക്കുക? ഗംഗി എന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? ഉത്തരം നോക്കാം. യഹാം ജാതി പാന്തി കി ഓർ സങ്കേത് ഹേ, ഇവിടെ ജാതി വ്യത്യാസത്തെ കുറിച്ചാണ് ഗംഗയുടെ ഈ ഡയലോഗിൽ നിന്ന്, ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാതി പാന്തി കെ കാരൺ കുച്ച് ലോഗോं को അച്ഛൂത് സമझे जाते हैं, ജാതി വ്യത്യാസം കാരണം കുറച്ച് ആളുകളെ അച്ഛൂത് അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുന്നു. ഠാക്കൂർ ആണെങ്കിലോ, അതെ, ഊഞ്ചി ജാതി കെ ഹെ, ഉയർന്ന ജാതിക്കാരനാണ് ഠാക്കൂർ. നിമ്ന ജാതി കെ ലോഗോं को उनके कुएं से पानी भरने की अनुमति नहीं थी, താഴ്ന്ന ജാതിയിലുള്ള ഗംഗയെ പോലുള്ളവർക്ക് അവരുടെ കിണറിൽ നിന്ന്, ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് വെള്ളം കോരാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ജാതി കെ കാരൺ ഉൽപ്പന്ന ഗംഗയ്ക്ക് വിവശത യഹാ സ്പഷ്ട ഹോത്തി ഹെ, ജാതി വ്യത്യാസം കാരണം ഗംഗയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഗംഗയുടെ ഈ ഒരു ഡയലോഗിൽ നിന്ന്. ഠാക്കൂർ കെ കുയേസെ കോൻ ചഠ്നെ ദേഗ, ഠാക്കൂറിന്റെ കിണറിൽ ആരാണ് കയറാൻ അനുവദിക്കുക എന്ന ഗംഗയുടെ ആ ഒരു പ്രസ്താവനയിലൂടെ, ആ ഒരു ചിന്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗംഗി ജാതി വ്യത്യാസത്തിന്റെ ഇരയാണ്, അതുമൂലം പ്രയാസം അനുഭവിക്കുന്നവളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. മൈദാനി ബഹാദുരി കാ തോ അബ്നെ ജമാന രഹാ ന മൗക, कानूनी बहादुरी की बातें हो रही है, इसका मतलब क्या है? മൈദാനി ബഹാദുരിക്ക് ഇനി കാലമില്ല, അവസരവുമില്ല. അതായത് ശാരീരിക ശേഷി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാലം കഴിഞ്ഞു. കാനൂനി ബഹാദുരി കി ബാത്തേ ഹോ രഹി ഹേ, നിയമപരമായ സാമർഥ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് ഇതിന്റെ ആശയം? ഉത്തരം. पहले शारीरिक शक्ति के बल पर समाज के ऊंचे लोग अपना कार्य किया करते थे. शारीरिक शक्ति के बल पर,
ശാരീരിക ശക്തിയുടെ ബലത്തിൽ അല്ലെങ്കിൽ ശാരീരികമായ ശക്തി ഉപയോഗിച്ച് സമൂഹത്തിലെ ഊഞ്ചേ ലോക ഉയർന്ന ആളുകൾ അപ്പന കാര്യക്കിയ കർത്തത്തെ അവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നു. മറ്റുള്ളവരെ ശാരീരിക ശക്തി ഉപയോഗിച്ച് അവരെന്ത് ചെയ്തിരുന്നു? ചൂഷണം ചെയ്തിരുന്നു. ലേക്കിൻ അബ് പക്ഷെ ഇപ്പോ വേ സിഫാരിഷ് കെ ബൽപർ അവർ സിഫാരിഷ് അല്ലെങ്കിൽ ശുപാർശയുടെ കരുത്തിൽ റെക്കമെൻഡേഷന്റെ കരുത്തിൽ കാനൂൻ കോ അപ്പനെ അനുകൂൽ ബനാ ലേത്തെ ഹെ നിയമത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നു. കാനൂൻ മുഖദമേ കെ ജരിയെ ഗരീബോങ്കോ പരാസ്ത് കർത്തേ ഹെ നിയമപരമായ കേസുകളിലൂടെ കാനൂൻ മുഖദമേ കെ ജരിയെ ഗരീബോങ്കോ പാവപ്പെട്ടവരെ പരാസ്ത് കർത്തേ ഹെ പരാജയപ്പെടുത്തുന്നു. യഹി ഇസ് കഥൻ കാ മത്ലബ് ഹെ ഇതാണ് ഈ ഡയലോഗിന്റെ അർത്ഥം. അപ്പൊ നേരത്തെ ശാരീരികമായ ശക്തി ഉപയോഗിച്ച് നേടിയെടുത്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഠാക്കൂറിനെ പോലുള്ള ഉയർന്ന ജാതികൾ നിയമപരമായിട്ടുള്ള അവരുടെ സാമർഥ്യം ഉപയോഗിച്ച് നേടിയെടുക്കുന്നു. അതായത് സിഫാരിഷിലൂടെ റെക്കമെൻഡേഷൻസിലൂടെയും കൈക്കൂലിയിലൂടെയും ഒക്കെ അവരെന്ത് ചെയ്യുന്നു? പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, അവരെ നിയമപരമായി നേരിടുന്നു. അടുത്തതായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗംഗി ക്യോ ഭാഗ് ഗയി, ഗംഗി എന്തുകൊണ്ടാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്? ചോയ്സ് ഉണ്ട്, ജാൻവർ സെ ഡർക്കർ ജൽദി ഘർ പഹൂഞ്ചനെ, ഠാക്കൂർ കെ ഡർ സെ ബീമാർ ജോക്കു കെ പാസ് ജാനെ. ശരിയായ ഉത്തരം എന്താണ്? അതെ, ഠാക്കൂർ കെ ഡർ സെ, ഠാക്കൂറിനെ ഭയന്നാണ് ഗംഗി എന്ത് ചെയ്തത്? വഹാസെ ഭാഗ് ഗയി, ആ കിണറിന്റെ അടുത്ത് നിന്ന് ഠാക്കൂറിന്റെ വാതിൽ തുറന്ന ഉടനെ ഗംഗി അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിപ്പോവുകയാണ് ചെയ്തത്, അല്ലെ? സഹി പ്രസ്താബ് ചുൻകർ ലിഖേം, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ലോട്ടേ മേ ഗന്ദാ ജൽ ഭരാ ഥാ, ലോട്ടേ മേ സാഫ് ജൽ ഭരാ ഥാ, ലോട്ടേ മേ മീഠാ ജൽ ഭരാ ഥാ, ലോട്ടേ മേ ഗരം ജൽ ഭരാ ഥാ. അതെ, ആ മുന്തയിൽ ഉണ്ടായിരുന്ന എങ്ങനെയുള്ള വെള്ളമാണ്? ലോട്ടേ മേ ഗന്ദാ ജൽ ഭരാ ഥാ. അതെ, മലിനജലമാണ് ആ പാത്രത്തില് ഉണ്ടായിരുന്നത്. അത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. गंगी दबे पाव कुएंगी जगत पर चढ़ी, विजय का ऐसा अनुभव उसे पहले न हुआ था, गंगी को ऐसा अनुभव क्यों हुआ होगा? गंगी दबे पाव, അതെ, വളരെ പതുക്കെ കുയേങ്കി ജഗത്ത് പർ ചഠി, കിണറിന്റെ കരയിലേക്ക് കയറി. ഗംഗി വളരെ പതുക്കെ, കാലുകൾ പതുക്കെ വെച്ച് കിണറിന്റെ കരയിലേക്ക് കയറി. വിജയിക്ക ഏസാ അനുഭവ ഉസേ പഹലേന ഹുവാ ഥാ, വിജയത്തിന്റെ ഈ ഒരു അനുഭവം അവൾ നേരത്തെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിജയത്തിന്റെ ഇങ്ങനെ ഒരു അനുഭവം അവൾക്ക് നേരത്തെ ഉണ്ടായിട്ടില്ല. ഗംഗിക്കോ ഏസാ അനുഭവം ക്യോ ഹുവാ ഹോഗ, എന്തുകൊണ്ടായിരിക്കും ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി നമുക്ക് ഉത്തരം നോക്കാം. गंगी का मन സാമാജിക് രീതി റിവാസോങ്കെ വിരുദ്ധ സംഘർഷ കർണേ വാല ഹെ. നമുക്ക് നേരത്തെ അറിയാം, ഗംഗയുടെ മനസ്സ് സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെ രീതി റിവാസോങ്കെ വിരുദ്ധ സംഘർഷ കർണേ വാലെ, സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സാണ് ഗംഗയുടെ മനസ്സ്. സാമൂഹിക വിവേചനങ്ങളെ, അനീതികളെ അവൾ എതിർക്കുകയാണ്. ചുപ്കെ സെ സഹി, ആരും അറിയാതെയാണെങ്കിലും ശരി, വഹു ഉच्च वर्ग के लोगों को परास्त करना चाहिए, വഹു ഉच्च वर्ग के लोगों को परास्त करना चाहती है, അവൾ ഉയർന്ന ജാതിയിലുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഗംഗി ചെയ്യുന്ന പ്രവൃത്തി, കിണറിൽ നിന്ന്, ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് ഗംഗി വെള്ളം കോരാൻ പോകുന്നത് ആരും അറിയാതെയാണ്. എല്ലാവരെയും ഒളിച്ച് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിലെങ്കിലും ഉയർന്ന വർഗത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ഉയർന്ന ജാതികൾക്കെതിരെ, ഉയർന്ന ജാതികളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ശുദ്ധ പാനി കി ജരൂരത് അബ് ഉസ്കി വിവശതാ ഹെ, പക്ഷേ ഉയർന്ന ജാതിക്കാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണോ അവൾ വെള്ളം കോരാൻ പോകുന്നത് ഠാക്കൂറിന്റെ കിണറിൽ നിന്ന്? അല്ല, ഇവിടെ അവൾക്ക് വിവശതാഹ, അവൾ നിർബന്ധിതയാകുകയാണ്. ശുദ്ധജലം ഇപ്പോൾ അവൾക്കൊരു ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അബ് സാരി ബാധാവുങ്കോ തോടുക്കർ, അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വഹ് പാനി ഭർണി ജാ രഹി ഹെ, അവൾ വെള്ളം നിറയ്ക്കാനായി പോകുന്നു. ഉസ്കെ വിചാർമേ ഉച്ചവർഗ കെ ലോകോങ്കെ ഊപ്പർ ഉസ്കാ വിജയ് ഹെ, അവളുടെ ചിന്തയില് ഉയർന്ന വർഗങ്ങളുടെ മേൽ ഇത് അവൾക്കുള്ള ഒരു വിജയമാണ്.
മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. शेर का मुख इससे भयानक न होगा. यहाँ ठाकुर के दरवाजे की तुलना शेर के मुख से क्यों की गई है? സിംഹത്തിന്റെ മുഖം ഇതിനേക്കാൾ ഭയാനകമായിരിക്കില്ല. ഇവിടെ ഠാക്കൂറിന്റെ വാതിലിനെ സിംഹത്തിന്റെ മുഖവുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഷേറേക്ക് ഖുങ്കാർ ജാൻവർ ഹെ, വളരെ ഭീകരനായിട്ടുള്ള ആക്രമണകാരിയായ ഒരു ജീവിയാണ് ഷേർ എന്ന് പറയുന്ന സിംഹം, അല്ലെ? ഇസ്കെ മുഹ്കെ സാമനെ പഠനെ വാലോങ്കോ ബജ്നെ കി ഉമ്മീദ് നഹി. ഇതിന്റെ വായുടെ മുന്നിൽ അകപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സിംഹത്തിന്റെ മുന്നിൽ അകപ്പെടുന്നവർക്ക് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇസി പ്രകാർ ഇതുപോലെ ഠാക്കൂർ കാ ഘർ ഭി, ഠാക്കൂറിന്റെ വീടും അവരുടെ കിണറും എല്ലാം തന്നെ ഗംഗി ജയ്സെ ലോകോങ്കിലെ, ഗംഗിയെ പോലുള്ള ആളുകൾക്ക് ഡർവാന ജഗഹ് ഹെ, ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ്. കാരണം അവിടെ എങ്ങും പ്രവേശിക്കാനോ സ്പർശിക്കാനോ ഉള്ള അവകാശം ഗംഗിയെ പോലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇല്ല. ഠാക്കൂർ കെ സാമനെ പഠനെ പർ ബജ്ന മുഷ്കിൽ ഹെ, ഠാക്കൂറിന്റെ മുന്നിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുക പ്രയാസമാണ്. ഇസ്ലിയെ ഏസി തുലന കി ഗയി ഹെ, ഠാക്കൂറിന്റെ മുന്നിൽ അകപ്പെടുന്നതും സിംഹത്തിന്റെ മുന്നിൽ അകപ്പെടുന്നതും ഏക് സമാൻ ഹെ, ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഠാക്കൂറിന്റെ വാതിലിനെ ഇവിടെ സിംഹത്തിന്റെ മുഖവുമായി താരതമ്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ചോദ്യ ഉത്തരം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേംഗെ, ഠാക്കൂർ ലാട്ടി മാരേംഗെ, സാഹുജി ഏക് കെ പാഞ്ച് ലേംഗെ. गरीबों का दर्द कौन समझता है? जोकू के इस कथन का मतलब क्या है? നമ്മൾ പഠിച്ചതാണ് പാഠപുസ്തകത്തില്. ബ്രാഹ്മണ ദേവതകൾ ആശീർവദിക്കും, ഠാക്കൂർ വടിയെടുത്ത് അടിക്കും, സാഹുജി ഏക് കെ പാഞ്ച് ലേംഗെ, സാഹുജി 1-ന് 5 വാങ്ങും, ഗരീബോങ്ക ദർദ് കോൻ സമച്ഛതായ, പാവപ്പെട്ടവരുടെ വേദന ആര് മനസ്സിലാക്കും? ജോക്കു കെ ഈസ് കഥൻ കാ മത്ലബ് ക്യാ ഹെ, ജോക്കുവിന്റെ ഈ ഒരു ഡയലോഗിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. സമാജ് മേം ഗരീബ് ലോഗ് സഭി പ്രകാർ കെ ശോഷൺ കെ ശികാർ ഹെ, സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ ഗരീബ് ലോഗ് സഭി പ്രകാർ കെ ശോഷൺ കെ, ശോഷൺ ചൂഷണം, സഭി പ്രകാർ കെ ശോഷൺ കെ, എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളുടെയും ഇരകളാണ്. ശികാർ, ഇര. ഓക്കെ, ചാഹെ ബ്രാഹ്മൺ ഹോ, ബ്രാഹ്മണനായാലും ഠാക്കൂർ ആയാലും സാഹുകാർ ആയാലും സബ് ഗരീബോങ്കോ ലുട്ടാ രഹേ ഹെ, എല്ലാവരും പാവപ്പെട്ടവരെ കൊള്ളയടിക്കുകയാണ്. ലൂട്ടിന, കൊള്ളയടിക്കുക. ഗരീബോങ്കെ ദുഃഖ് ദർദ് കോ സമച്ഛനെ വാല കോയി നഹി ഹെ, പാവപ്പെട്ടവരുടെ ദുഃഖവും വേദനയും മനസ്സിലാക്കാൻ ആരും തന്നെ ഇല്ല. കോയി സഹായത ദേനെ വാല ഭി നഹി ഹെ, അവരെ സഹായിക്കാനും ആരുമില്ല. ഈ സാരി ബാത്തേം, ഈ കാര്യങ്ങളെല്ലാം ജോക്കു കെ കഥൻ സെ സ്പഷ്ട ഹോത്തി ഹെ, ജോക്കുവിന്റെ ഈ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ജോക്കുവിന്റെ ഈ ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഈ ചോദ്യവും അതിന്റെ ഉത്തരവും നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഠാക്കൂർ കാ കുവാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും വർക്ക്ഷീറ്റിൽ വന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1ാമത്തെ പാർട്ടാണ്. ഇനി 2ാമതൊരു പാർട്ടും കൂടി ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതിനകത്താണ് നമ്മൾ ഗ്രാമർ, വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും വാർത്താലാബ്, ഡയറി, അതേപോലെ തന്നെ പട്കഥ, ഇങ്ങനെയുള്ള എക്സർസൈസുകളും എല്ലാം നമ്മൾ ആ 2ാമത്തെ പാർട്ടിലാണ് പഠിക്കുക. ഇതും കൂടെ നമ്മൾ നമ്മുടെ ഈ 1ാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് കാണാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് 2 പാർട്ടായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.